ഓക്കെ, ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സർവേയിങ്ങിന്റെ സെക്ഷൻ, സർവേയിന്റെ 7ാമത്തെ സെക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തിയോഡലൈറ്റിനെ കുറിച്ചാണ്. തിയോഡലൈറ്റിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിങ്ങും അതുപോയിട്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും കൂടെ പറയാം, അതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് എന്തൊക്കെയാണ് വരാറുള്ളതെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങൾ തിയോഡലൈറ്റ് കണ്ടവരായിരിക്കണം എല്ലാവരും തന്നെ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ബാക്കി ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരാണെങ്കിലും തിയോഡലൈറ്റ് ആൾക്കാർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഇൻസ്ട്രുമെന്റിനെ നമ്മൾ എന്ത് പറയുന്നത്? തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ എന്തെല്ലാം റീഡിങ്സ് ആണ് എടുക്കുന്നത്? തിയോഡലൈറ്റിൽ നിന്ന് നമ്മൾ എന്തെല്ലാം റീഡിങ്സ് എടുക്കുന്നത്? ഓക്കെ, നമ്മൾ നേരത്തെ ഈ കോമ്പസ് വെച്ചിട്ട് ആംഗിൾ എടുക്കുന്നത് കണ്ടല്ലോ അല്ലെ. അപ്പൊ എപ്പോഴും നോക്കിക്കോളൂ, ആംഗിൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ആംഗിൾ മാത്രമാണ് എന്തിൽ നിന്ന് കിട്ടുന്നത്? കോമ്പസിൽ നിന്ന് കിട്ടുന്നത് അല്ലെ. മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്ന് എത്ര ഇൻക്ലിനേഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ലൈൻ എന്നാണ് എന്ത് തരുന്നത്? കോമ്പസ് വെച്ചിട്ട് കിട്ടുന്നത്. ഈ ഒരു തിയോഡലൈറ്റ് എന്ന് പറയുന്നത് ഈ കോമ്പസിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഹൊറിസോണ്ടലും അതേപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിൾസും മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? തിയോഡലൈറ്റ്. ഓർത്തോളൂ, ഹൊറിസോണ്ടൽ ആസ് വെൽ ആസ് വെർട്ടിക്കൽ ആംഗിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ യൂണിവേഴ്സൽ ഇൻസ്ട്രുമെന്റ് എന്നൊരു പേരും കൂടെ ഇതിനെ പറയാറുണ്ട്. അപ്പം ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, യൂണിവേഴ്സൽ ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്ന് പറഞ്ഞു തന്നാലും നമ്മുടെ തിയോഡലൈറ്റ് തന്നെ സെലക്ട് ചെയ്തോളാം. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനകത്തു നിന്നുള്ളത് നമ്മൾ കോമ്പസിലാകുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ബാക്ക് ബെയറിങ്ങും ഫോർ ബെയറിങ്ങും എടുത്തു കഴിയുമ്പോഴത്തേക്കും അതിന്റെ വ്യത്യാസം എപ്പോഴും 180 ആയിരിക്കണം അല്ലെ. അതിനകത്ത് ലോക്കൽ അട്രാക്ഷൻ ഇല്ലാത്ത ഏരിയാസിലൊക്കെ എന്ത് പറ്റുള്ളൂ? നമുക്ക് ഈ ഒരു കോമ്പസ് സർവേ പറ്റുള്ളൂ. ഈ ഒരു തിയോഡലൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ലോക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടെങ്കിലും റീഡിങ്സിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പം ഈ മാഗ്നറ്റിക് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് കോമ്പസിനേക്കാളും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ്. നമ്മളിപ്പോൾ ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കുവാണെങ്കിലും കോമ്പസ് ആണോ തിയോഡലൈറ്റ് ആണോ ആക്യുറേറ്റ് എന്ന് പറയുമ്പോൾ ഓർത്തുകൂടാ, എന്തായിരിക്കണം ആക്യുറേറ്റ്? കോമ്പസ് ആയിരിക്കും, സോറി തിയോഡലൈറ്റ് ആണ് ആക്യുറേറ്റ്. കാരണം എന്താണ്? ലോക്കൽ അട്രാക്ഷൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട്. ഓർക്കാൻ പറ്റുമല്ലോ അല്ലെ. ഇനി മെയിൻലി നമുക്ക് രണ്ട് തരത്തിലുള്ള തിയോഡലൈറ്റ് ആണ് ഉള്ളത്. ഇത് ബേസ്ഡ് ഓൺ ദി ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള അനുസരിച്ചാണ് ആദ്യത്തെ രണ്ടെണ്ണം. ഈ പേരുകൾ മാത്രം നോക്കിയാൽ മതി. ഇതിനകത്താണെങ്കിൽ നിങ്ങൾക്ക് അധികം ഒന്നും പഠിക്കാനില്ല, ഒരുപാട് ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട, പറയുന്ന പോയിന്റുകൾ മാത്രം ഓർത്താൽ മതി. ആദ്യത്തത് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. നിങ്ങൾക്ക് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്താണ് എന്ന് പറയാൻ പറ്റുന്നവരുണ്ടോ? ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്താണ്? എന്താണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്? പേര് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റുന്ന തിയോഡലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യാൻ നോക്കിയേ. എന്താണ് ട്രാൻസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്? എന്താണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്? 180 ഡിഗ്രി റിവോൾവ് ചെയ്യുന്നതാണ്. എന്തിനെയാണ് നമ്മൾ റിവോൾവ് ചെയ്യുന്നത്? എന്തിനാ റിവോൾവ് ചെയ്യുന്നത്? ഓർത്തുള്ള ടെലസ്കോപ്പ്. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പം നമ്മുടെ ടെലസ്കോപ്പ് ഇതാണ് നമ്മൾ ആ കാണുന്ന ആ ഒരു വെർട്ടിക്കൽ സർക്കിൾ. ജസ്റ്റ് നോക്കുക, ഇതിന്റെ കുറച്ച് പാർട്സ് പറയാൻ നേരത്തെ ആദ്യം ഈ കാണുന്നതാണ് വെർട്ടിക്കൽ സർക്കിൾ. ഇവിടെ കണ്ടില്ലേ, ഇതാണ് വെർട്ടിക്കൽ സർക്കിൾ. ഓക്കെ, ഇത് നമ്മുടെ ടെലസ്കോപ്പ്, ഇത് ഹൊറിസോണ്ടൽ സർക്കിൾ. ട്രാൻസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ വെർട്ടിക്കൽ സർക്കിൾ, വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ടെലസ്കോപ്പ് നമ്മൾ ഇങ്ങനെ കറക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഓർത്താൽ മതി, ഒരു ചക്രം കറങ്ങുന്ന ഒരവസ്ഥ, ആക്സിലിൽ നിന്ന് ചക്രം കറങ്ങുന്ന ഒരവസ്ഥ. അതുപോലെ നമ്മൾ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി ആ ഡെഫിനിഷൻസും കാര്യങ്ങളും പറയും, പാർട്സ് പഠിക്കാൻ നേരത്തെ ഒന്നുകൂടെ പറയാം. അപ്പം ആ രീതിയിൽ ടെലസ്കോപ്പ് ഇൻ ദി വെർട്ടിക്കൽ പ്ലെയിൻ നമുക്ക് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? We can rotate the telescope 180 degree in the vertical plane about the horizontal axis. ഹൊറിസോണ്ടൽ ആക്സിസിന് എബൌട്ട് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ആയിരിക്കും ഒരു ഹൊറിസോണ്ടൽ ആക്സിസ്. വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ഓർത്തോളൂ, അത് എബൌട്ട് ദി ഹൊറിസോണ്ടൽ ആക്സിസും. ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഇസ് എബൌട്ട് ദി വെർട്ടിക്കൽ ആക്സിസ്. ആ കാര്യം കൂടെ ഒന്ന് ഓർക്കാൻ പറ്റുമോ? ഒന്നുകൂടെ പറയും, ആക്സിസുകൾ പറയുന്നുണ്ട്, എന്നാലും ജസ്റ്റ് അതൊന്ന് കേൾക്കുക. റെഡി അല്ലേ? ഓക്കെ. അപ്പം നോൺ ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ രീതിയിൽ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ 180 ഡിഗ്രി ടെലസ്കോപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് എന്ത്? നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ട് തിയോഡലൈറ്റ് ഉള്ളത്, അതിന് ആക്യുറൻസി അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. ആക്യുറസി. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ ഇതിനകത്ത് ഏതാണ് നമ്മൾ കോളേജിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക? സിമ്പിൾ ആയിട്ട് നമ്മൾ ട്രാവേഴ്സ് എടുക്കാൻ നേരത്തെ ഏതാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക? എയോ ബി എന്നും പറഞ്ഞാലും മതി. എ. ഓക്കെ,
വെർനിയർ തിയോഡലൈറ്റ് ആണ്. അതറിയാത്തവരുണ്ടോ? ഇല്ല, റെഡിയാണ്, എല്ലാവരും തന്നെ പറഞ്ഞു. വെർനിയർ തിയോഡലൈറ്റ് ആണ്. അപ്പം അതിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പം ജിൻഡോ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു അല്ലെ, വെർനിയർ തിയോഡലൈറ്റിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ കോമ്പസ് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതായിരുന്നു ചാടി ഇവിടെ പറഞ്ഞത് അല്ലെ, 20 സെക്കൻഡ്. ഓക്കെ, 20 സെക്കൻഡ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസിൽ 20 കാണും, 20 മിനിറ്റ് കാണും, 20 സെക്കൻഡ് കാണും. 20 എന്ന് കാണുന്ന പാടെ ചാടി കയറി ആൻസർ ചെയ്താൽ നമുക്ക് 1.33 മാർക്ക് അങ്ങ് പോകും. കാരണം എന്താ, അറിയാവുന്ന പറഞ്ഞാൽ തെറ്റുകയും ചെയ്തു, കിട്ടാവുന്ന ഒരു മാർക്കും പോയി, അതിന്റെ നെഗറ്റീവും കൂടെ വരും. അപ്പം അറിയുന്നതാണെങ്കിൽ ശരിക്കും നോക്കിയിട്ട് മാത്രം ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്തത് മൈക്രോമീറ്റർ തിയോഡലൈറ്റ്. മൈക്രോമീറ്റർ തിയോഡലൈറ്റ് നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഈ വെർനിയർ തിയോഡലൈറ്റിനെക്കാളും കുറച്ചും കൂടെ ആക്യുറസി ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ത് മൈക്രോമീറ്റർ തിയോഡലൈറ്റ്. അതിന്റെ ലീസ്റ്റ് കൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയ 1 സെക്കൻഡ് ആണ് മൈക്രോമീറ്റർ തിയോഡലൈറ്റിന്റെ ലീസ്റ്റ് കൗണ്ട്. ഇത്രയും പഠിച്ചാൽ മതി ഇതിൽ നിന്ന്. ഓക്കെ, ഇത് നോർമലി ചോദിക്കാറുണ്ട്. അപ്പം അതിന്റെ കൂടെ ഒരു മാറ്റത്തിന് ഇത് ചോദിച്ചാലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് നമ്മളത് പറഞ്ഞത്. അത് മാത്രം ഒന്ന് ഓർത്താൽ മതി കേട്ടോ. നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്നത് വെർനിയർ തിയോഡലൈറ്റ് ആണ്. അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 20 സെക്കൻഡ് ആണ്. അതാണ് കൂടുതലായിട്ടും വരാറുള്ളത്. ഇനി ഇതിന്റെ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിന്റെ ആക്സിസുകൾ പറയാം. വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? ഈ രീതിയിൽ നിൽക്കുന്നതായിരിക്കും ഇത് വെർട്ടിക്കൽ ആക്സിസ് അല്ലേ? വെർട്ടിക്കൽ ആക്സിസ് റെഡി അല്ലേ? ഇങ്ങനെ ഒരു ഇമാജിനറി ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനാണ് നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കൽ ആക്സിസിനെ തന്നെയാണ് നമ്മൾ അസിമുത്ത് എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. അസിമുത്ത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഒന്ന് കേട്ടാൽ മതി. അസിമുത്ത്. ഓക്കെ, ഇനി നോക്കിക്കൂടുക. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇതും കൂടെ പറഞ്ഞോട്ടെ, സ്വിംഗിങ്ങും ട്രാൻസിറ്റിംഗ് കൂടെ. സ്വിംഗിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റോഡിൽ നിന്ന് ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നവർക്ക്, ഒരു ഷാഫ്റ്റിൽ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലായോ? അതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തിയോഡലൈറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പ്ലെയിനിലാണ് ഇത് കറങ്ങുന്നത് അല്ലെ? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കറങ്ങുകയാണ് ഇൻ എബൌട്ട് ദി വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസിന് എബൌട്ട് ആയിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കറങ്ങുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റൊട്ടേറ്റിംഗ് in the horizontal plane about vertical axis. മനസ്സിലായല്ലോ അല്ലെ? വെർട്ടിക്കൽ ആക്സിസ് അസിമുത്ത് എന്നൊരു പേരും കൂടെ ഉണ്ട്. ഹൊറിസോണ്ടൽ ആക്സിസിന്റെ മറ്റൊരു പേര് പറയാൻ പറ്റുമോ? ഹൊറിസോണ്ടൽ ആക്സിസിന്റെ മറ്റൊരു പേര്, ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. ഇതിന് എബൌട്ട് ആയിട്ട് ഇങ്ങനെ കറങ്ങുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ട്രാൻസിറ്റിംഗ് അല്ലെ? ഹൊറിസോണ്ടൽ ആക്സിസിന്റെ ആ പേര് നിങ്ങൾ പിന്നെയും കേട്ടിട്ടുണ്ടാവണം, ട്രണ്ണിയൻ ആക്സിസ് അല്ലെങ്കിൽ ട്രാവേഴ്സ് ആക്സിസ് എന്നും കൂടെ നോക്കുക കേട്ടോ. ട്രാവേഴ്സ് ആക്സിസ് എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. നോർമലി ചോദിച്ചു കാണാറ് ഈ പേരാണ് വരാറുള്ളത്. ഹൊറിസോണ്ടൽ ആക്സിസിന് മറ്റൊരു പേര് വരാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. അപ്പം ഇനി അടുത്തത് ഇത് ട്രാൻസിറ്റിംഗ്, ആ ഡെഫിനിഷൻ ഇതേപോലെ തന്നെ വയ്ക്കും. ദി പ്രോസസ് ഓഫ് റൊട്ടേറ്റിംഗ് ദി ടെലസ്കോപ്പ് ഇൻ ദി വെർട്ടിക്കൽ പ്ലെയിൻ എബൌട്ട് ദി ഹൊറിസോണ്ടൽ ആക്സിസ് ഓർ ട്രണ്ണിയൻ ആക്സിസ്. എന്താണ്? അപ്പൊ ഓർത്തോളാം, ഇറ്റ് ഈസ് ട്രാൻസിറ്റിംഗ്, റൊട്ടേറ്റിംഗ് in the vertical plane about the horizontal axis. അതിന്റെ കൂടെ ഓർക്കാനുള്ളത് ഹൊറിസോണ്ടൽ ആക്സിസിന് മറ്റു രണ്ട് പേരുകളും കൂടെ കേട്ടോ. രണ്ടെണ്ണ ഇതെങ്കിലും പഠിക്കും. ഓക്കെ, അടുത്തത് പാർട്സ് ഓഫ് ദി തിയോഡലൈറ്റ്. മെയിൻ ആയിട്ടും നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞായിരുന്നു അല്ലെ, ഒരു ലെവലിംഗ് ഹെഡ് ഉണ്ട്. ലെവലിംഗ് ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ഏറ്റവും താഴെ നമ്മൾ രണ്ട് പാരലൽ പ്ലേറ്റ്സ് കാണാം വിത്ത് 3 ഫുഡ് സ്ക്രൂസ്. അപ്പൊ നമ്മൾ പണ്ട് സർവേ ചെയ്ത സമയത്ത് ഇങ്ങനെ ആയിരിക്കും അത് ലെവൽ ചെയ്തിട്ടുണ്ടാവും. ആദ്യം നമ്മൾ ഫുഡ് സ്ക്രൂസ് 3 എണ്ണം ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഈ രീതിയിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് എന്ത് ചെയ്യുക? നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. ഏതാണ്ട് ലെവൽ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് മാറ്റിയിട്ട് ഈ സിംഗിൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ എത്തിക്കണം. എന്നിട്ട് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബബിൾ ട്യൂബ് അഡ്ജസ്റ്റ് ചെയ്ത് ലെവലാക്കുന്നത്. അപ്പം ഈ സ്ക്രൂസിനെ നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് സ്ക്രൂസ് എന്ന് പറയുന്നത്. അപ്പം ലെവലിംഗ് ഹെഡ് എന്ന് പറയുമ്പോൾ 2 പാരലൽ പ്ലേറ്റ്സ് പ്ലസ് 3 ഫുഡ് സ്ക്രൂസ്. ഓക്കെ, അതിനകത്തൊന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെ. ഇനി നമുക്ക് ഇതിനകത്ത് നിന്നുള്ളത് ഈ പാരലൽ പ്ലേറ്റ്സിന്റെ മറ്റൊരു പേര് ഞാൻ ഇതിനു മുമ്പ് ഇത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പാരലൽ പ്ലേറ്റിന്റെ മറ്റൊരു പേര്
പാരലൽ പ്ലേറ്റിന് മറ്റൊരു പേര് ഒന്ന് കമന്റ് ചെയ്തേ. ഡിക്സിൻ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടോ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. തിയോഡലൈറ്റ് ആണ്. അപ്പം ഇപ്പോഴല്ലേ കുറച്ച് വൈകില്ല ജോയിൻ ചെയ്യാൻ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. നമ്മൾ അതിന്റെ പാർട്സ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ട്രൈബാച്ച് ആണ്. ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇന്നും പറഞ്ഞ ക്ലാസ്സിൽ. അപ്പം ആ പാരലൽ പ്ലേറ്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രൈബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് ഇത് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നോ അഹല്യ? എന്തെങ്കിലും പറഞ്ഞായിരുന്നു ഈ സാധനം? പറഞ്ഞോ? ഓർമ്മയില്ല. അടിപൊളി. ഓക്കെ, പറഞ്ഞതൊക്കെ ഓർക്കണം കേട്ടോ. ഓക്കെ, പറഞ്ഞ പോലെ എനിക്ക് ഒരു തോന്നൽ. ഓക്കെ, അപ്പം ആ രണ്ട് പാരലൽ പ്ലേറ്റ്സിനാണ് നമ്മൾ ട്രൈബാച്ച് എന്ന് പറയുന്നത്. രണ്ട് ട്രൈബാച്ച് ഉണ്ടല്ലോ, ആ ട്രൈബാച്ചിൽ തന്നെ താഴത്തെ പ്ലേറ്റിനെയാണ് നമ്മൾ ട്രൈവറ്റ് എന്ന് പറയുന്നത്. ഞാൻ ആ ചിത്രം ഒന്നുകൂടെ കാണിച്ചു തരാം, കാരണം ഈ ചിത്രത്തിനേക്കാളും നല്ലത് നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ളതല്ലേ. നോക്കുക, ഇവിടെ കണ്ടോ, ഇത് അപ്പർ പ്ലേറ്റ്, ഇത് ലോവർ പ്ലേറ്റ്. ഇതിനകത്ത് ഇവിടെ ഇപ്പൊ നമുക്ക് രണ്ട് ഫുഡ് സ്ക്രൂസ് കാണാം, ഇതുപോലെ തന്നെ അപ്പുറത്ത് ഒന്നുകൂടി ഉണ്ട്. ഈ രണ്ട് പ്ലേറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്? ട്രൈബാച്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ ഈ താഴത്തെ പ്ലേറ്റിന്റെ മറ്റൊരു പേരാണ് എന്ത്? ട്രൈവറ്റ്. ഓക്കെ അല്ലേ? ഒരു ഓക്കെ പറഞ്ഞ് കത്തിയിട്ടുണ്ടെങ്കിൽ. ലോവർ ട്രൈബാച്ചിനെ നമ്മൾ ട്രിവറ്റ് എന്ന് പറയുന്നത്. ട്രിവറ്റ് എന്നോ ട്രൈവറ്റ് എന്നോ ഓർക്കാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ഓർത്തോളുക, രണ്ട് ആക്സിസ് ഉണ്ട്, ഒരു ഔട്ടർ സ്പിൻഡിലും ഒരു ഇന്നർ സ്പിൻഡിലും. ഞാൻ പറഞ്ഞുതരാം, നോക്കുക. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം കണ്ടോ? കളർ മാറ്റിയേക്കാം, ജസ്റ്റ് നോക്കണം, ശ്രദ്ധിക്കണം. അത്ര പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, എന്നാലും അത് മനസ്സിലായാൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ. ഈ കണ്ടില്ലേ, ഇതേ രീതിയിൽ രണ്ട് പോർഷൻസ് ഇപ്പുറം കണ്ട. ഇത് ശരിക്കും ഒരു സർക്കിളിന്റെ ഭാഗമാണ്. ഈ രീതിയിൽ ഒരു സർക്കിളാണ്. ഓക്കെ, മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ ഔട്ടർ സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഔട്ടർ സ്പിൻഡിൽ എന്ന് പറയുന്നത് അത് ഹോളോ ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അത് പൊള്ളയാണ്. അതിന്റെ ഉള്ളിൽ ഈ ഭാഗമില്ലേ, ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു ഭാഗമാണ് അതിന്റെ ഉള്ളിലുള്ളത്. അത് സോളിഡാണ്. ഇതും ഒരു ശരിക്കും ഒരു വട്ടത്തിലുള്ള ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ, എന്റെ ചിത്രം എത്ര ഈ രീതി മനസ്സിലാവുന്നുണ്ടെന്ന് മനസ്സിലായില്ല. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സോളിഡ് ആയിട്ട് ഒരു ഭാഗം, അതാണ് ഇന്നർ സ്പിൻഡിൽ. അത് പ്രശ്നമില്ല, ജസ്റ്റ് ഓർത്താൽ മതി. ഔട്ടർ സ്പിൻഡിൽ ഒരു ഹോളോ ഭാഗമാണ്, അതിന്റെ ഉള്ളിലായിട്ട് ഇന്നർ സ്പിൻഡിൽ. അപ്പം നമ്മുടെ ഈ ഒരു തിയോഡലൈറ്റിൽ നമ്മൾ റീഡിംഗ് എടുക്കുന്നത് രണ്ട് സ്കെയിലായിരിക്കും. ഒരെണ്ണം റൊട്ടേറ്റ് ചെയ്യും, ഒരെണ്ണം ഫിക്സ് ആയിട്ട് ഇരിക്കും. ഓക്കെ, അതായത് നമ്മൾ സൈറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതിനകത്ത് ഒരെണ്ണം നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സീറോയിൽ നിന്ന് ഉള്ളിലെ പ്ലേറ്റ് ഇങ്ങനെ കറങ്ങുവാണെന്ന് വിചാരിക്കുക. അപ്പം ഈ പുറത്തെ സ്പിൻഡിലിന്റെ ഉള്ളിൽ കിടന്ന് ഉള്ളിൽ ഇത് കറങ്ങുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഔട്ടർ സ്പിൻഡിലുണ്ട്, ഇന്നർ സ്പിൻഡിലുണ്ട് എന്ന് മനസ്സിലായോ? റിലേറ്റീവ് ആയിട്ടൊരു മോഷൻ നടക്കുന്ന രീതിയിൽ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം. അപ്പൊ നോക്കുക, ഇവിടെ ഈ താഴത്തെ ചിത്രത്തിൽ നോക്കിയാലും മതി. ഇത് കണ്ടോ, ഇതിനെയാണ് നമ്മൾ ലോവർ പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓർക്കാനുള്ളത്, ലോവർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി ഔട്ടർ സ്പിൻഡിൽ. അപ്പർ പ്ലേറ്റോ, മേലത്തെ പ്ലേറ്റ് എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് ടു ദി ഇന്നർ പ്ലേറ്റ്. ആ ഒരു പോയിന്റ് മനസ്സിലായോ? ഇന്നർ പ്ലേറ്റ് അല്ല, ഇന്നർ സ്പിൻഡിൽ. ഇന്നർ സ്പിൻഡിൽ അല്ലെങ്കിൽ ഇന്നർ ആക്സിസ്. ഓക്കെ, ഞാൻ പറഞ്ഞ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പോയിന്റ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണാപ്പാടം പഠിക്കാണ്ട് മനസ്സിലാക്കാൻ കിട്ടുമോ? എന്ന് പറഞ്ഞേ, ഔട്ടർ സ്പിൻഡിലും ഇന്നർ സ്പിൻഡിലും ആണെന്നുള്ളത്. അങ്ങനത്തെ രണ്ട് മൂന്ന് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി പ്രശ്നമുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് ആണ്. ഓക്കെ അല്ലേ? ഔട്ടർ സ്പിൻഡിൽ എന്ന് പറയുന്നത് ഹോളോ ആണ്. നിങ്ങൾ എന്നാ മിണ്ടാത്ത? ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പറയാം. ഇത് സോളിഡ് ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണേ ചോദിക്കും. ആർക്കെങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. റിപ്പീറ്റ്. ഓക്കെ, എല്ലാവർക്കും വേണം അല്ലേ? ഒന്നുകൂടെ പറയാം, ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇത്
മനസ്സിലായോ? ഇതൊരു വട്ടത്തിലുള്ള ഒരു പോർഷനാണ്. അതിന്റെ ഒരു ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പം ഇതിനകത്ത് 2 സ്പിൻഡിലുണ്ട്, 2 ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒന്നെന്ന് പറയുന്നത് ഈ പുറത്തൂടെ ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ ചുവന്ന കളർ കൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടോ, ഈ രീതിയിൽ. ഓക്കെ, ഇത് ശരിക്കും ഒരു വട്ടമാണ്. അപ്പൊ വട്ടമാകുമ്പോഴത്തേക്കും നോക്കിക്കോളാ, ഇതേപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഈ ഭാഗം ഇതേപോലെ ചുറ്റും. അപ്പൊ ജസ്റ്റ് ഇതിനകത്ത് ഓർക്കാനുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഇത് ഹോളോ ആയിരിക്കും, പുറമേ ഉള്ള അതെന്ന് പറയുന്നത് ഹോളോ ആയിരിക്കും. ഇതിന്റെ ഉള്ളിൽ വേറൊരു സ്പിൻഡിലുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഈ നടുക്കത്തെ ആക്സിസ് പോകുന്നതിന് ചുറ്റും. ഓക്കെ, ഇത് നോക്കുക, ഇതൊരു സോളിഡ് ആയിട്ടുള്ള സ്പിൻഡിലാണ്. അതാണ് മേലെ വരെ പോകുന്നത്. അതായത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു പ്ലേറ്റിന്റെ മേലെ അടുത്ത പ്ലേറ്റ് ഇതേപോലെ ഇങ്ങനെ കയറി നിൽക്കുന്ന പോലെ ഇങ്ങനെ വരും. അപ്പം ഈ മേലത്തെ അപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഉള്ളിലെ സ്പിൻഡിലാണ്, ഉള്ളിലായിരിക്കും അതിന്റെ ഒരു കണക്ഷൻ ഉണ്ടാവുക. പുറമേ ഉള്ളത് അതിന്റെ പുറത്തൂടെ ഇങ്ങനെ നിൽക്കുന്നു ഈ രീതിയിൽ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇനിയിപ്പോ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് റീഡിങ് എടുക്കാൻ നേരത്തെ എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ലോവർ സ്ക്രൂസ് ലൂസ് ടൈറ്റ് ചെയ്ത് വെച്ചാൽ ഇത് സോറി, അതായത് അപ്പർ ടൈറ്റ് ചെയ്ത്, അതായത് 2 ഫുഡ് സ്ക്രൂസ് ഉണ്ട് ഇവിടെ കാണാം, അതും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം, ജസ്റ്റ് നോക്കാം. ഇത് അപ്പറും ഇതേപോലെ തന്നെ ലോവർ പ്ലേറ്റിലും ഒരു ഫുഡ് സ്ക്രൂസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനിപ്പം ആദ്യം ഓർത്ത് നോക്കുക, ഇത് ലോവർ പ്ലേറ്റ്, ഇത് അപ്പർ പ്ലേറ്റ്. ഓക്കെ, ലോവർ പ്ലേറ്റ്, അപ്പർ പ്ലേറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫുഡ് സ്ക്രൂസ്, ലോവർ ഫുഡ് സ്ക്രൂസ് നമ്മൾ ലൂസ് ചെയ്യാന്ന് വിചാരിക്കാം. ജസ്റ്റ് 2 ഫുഡ് സ്ക്രൂസ് ഉണ്ട്, ഒന്ന് ഇതിനെ കൺട്രോൾ ചെയ്യാനും ഒന്ന് ഇതിനെ കൺട്രോൾ ചെയ്യാനും. അപ്പൊ ഞാനിപ്പം ലോവർ ലൂസ് ചെയ്താൽ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് തിരിക്കാൻ പറ്റും. അതായത് നമ്മുടെ താഴത്തെ പ്ലേറ്റും മേലത്തെ പ്ലേറ്റും ഒരുമിച്ച് തിരിയും. അപ്പൊ ഇപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമുക്കിപ്പം എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് സൈറ്റ് ചെയ്യണം. അത് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം, എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് സൈറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് 0 സെറ്റ് ചെയ്യാം, ഏറ്റവും ആദ്യം 0 സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലോവർ ലൂസ് ചെയ്യും. ലോവർ ലൂസ് ചെയ്തിട്ട് ഇവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സൈറ്റ് ചെയ്യുന്നു, ഇങ്ങനെ കറക്കി. അതായത് നമ്മുടെ മെഷീൻ മൊത്തത്തിൽ തിരിയുവാണ്, ഇൻസ്ട്രുമെന്റ് മൊത്തത്തിൽ തിരിഞ്ഞ് നമ്മൾ 0ലേക്ക് സൈറ്റ് ചെയ്യും. അവിടെ നമ്മൾ ലോവർ ടൈറ്റ് ചെയ്യും. ലോവർ ടൈറ്റ് ചെയ്യുമ്പോൾ എന്താണ്, 2 പ്ലേറ്റ് അനങ്ങാത്ത രീതിയിൽ നിൽക്കും. ലോവറും അനങ്ങുന്നില്ല, അപ്പറും അനങ്ങുന്നില്ല, ടൈറ്റ് ചെയ്തല്ലോ. ഇനി എന്ത് ചെയ്യുന്നു, ഇപ്പം 0 ഇരിക്കുന്നത്. ഇനി എനിക്ക് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് സൈറ്റ് ചെയ്യണം. അവിടുത്തെ ആംഗിൾ ആണ് എനിക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, ഞാൻ എന്ത് ചെയ്യണം, അപ്പർ ലൂസ് ചെയ്യും. അപ്പർ ലൂസ് ചെയ്യുമ്പോഴത്തേക്കും താഴത്തെ പ്ലേറ്റ് അനങ്ങത്തില്ല. എന്ത് ചെയ്യുന്നു, ഉള്ളിലെ പ്ലേറ്റ് ഇങ്ങനെ കറങ്ങും, ഉള്ളിലെ പ്ലേറ്റ് കറങ്ങും. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സൈറ്റ് ചെയ്യാൻ നേരത്ത് പുറത്തത് അതേപോലെ ഇരിക്കും, ഉള്ളിലത്തെ സ്കെയിൽ ഇങ്ങനെ അങ്ങോട്ട് നീങ്ങും. അപ്പം ഒരു റിലേറ്റീവ് മോഷൻ വരുന്നുണ്ടല്ലോ, 0 സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ ഉള്ളിൽ കിട്ടുന്ന ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. കൺസെപ്റ്റ് കിട്ടിയോ? ആ ടൈറ്റിങ് ലൂസിംഗ് ഒക്കെ പറഞ്ഞുതരാം, അത് മനസ്സിലായോ? അപ്പം 0 സെറ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് വെച്ചു. അതിനുശേഷം 0 എന്നുള്ള ആ സ്കെയിൽ അനക്കാണ്ട് നമ്മൾ ഉള്ളിലെ സ്കെയിൽ ഇങ്ങനെ കറക്കണം. അപ്പം പുറത്തും ഒരു സ്കെയിൽ ഉണ്ട്, ഉള്ളിലും ഒരു സ്കെയിൽ ഉണ്ടെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായോ? അതോ പിന്നെ കൺഫ്യൂഷൻ ആയോ? എന്താ സംഭവിച്ചേ? ഇതേ ഉള്ളൂ, ഈ തിയോഡലൈറ്റിന് ഇച്ചിരി പ്രശ്നമുള്ളതാണ്. ഇത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രം പറഞ്ഞാൽ മതി ഇതിനകത്തുനിന്ന്. പക്ഷെ ഇതിൽ നിന്ന് അത്ര വലിയ പ്രശ്നമുള്ള ക്വസ്റ്റ്യൻസും വരത്തൊന്നുമില്ല. നമ്മൾ ആ പറഞ്ഞ ലീസ്റ്റ് കൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കിയാൽ മതി. ഓക്കെയാണ്. മൃദുല, എന്താ അവസ്ഥ? മൃദുൽ റെഡി ആയോടാ? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ടർ സ്പിൻഡിലും ഇന്നർ സ്പിൻഡിലും. ഔട്ടർ എന്ന് പറയുന്നത് ഹോളോ ആണ്, ഇന്നർ എന്ന് പറയുന്നത് സോളിഡ് ആണ്. നമുക്ക് ആകെ ഓർക്കാനുള്ളത് ലോവർ പ്ലേറ്റ് ഇറ്റ് ഈസ് അറ്റാച്ച് ടു ദി ഔട്ടർ സ്പിൻഡിൽ. അപ്പം ഈ ഒരു ചിത്രം ഒന്ന് കണ്ടാൽ മതി. ഈ ചിത്രം കണ്ടില്ലേ? ഇതിനകത്ത് ഔട്ടർ സ്പിൻഡിലല്ലേ ഈ ലോവർ പ്ലേറ്റ് ഉള്ളത്, അപ്പർ ഉള്ളിലുള്ള സ്പിൻഡിലും. ഓക്കെ അല്ലേ? ഓക്കെ, ആ ഒരു പോയിന്റ് അതിൽ നിന്നൊന്ന് മനസ്സിലാക്കാം. പ്രശ്നമൊന്നുമില്ല, മാക്സിമം അത്രയും നമ്മൾ ഓർക്കേണ്ടി ഉള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ലോവർ പ്ലേറ്റിന്റെ റീഡിംഗ് എന്ന് പറയുന്നത് 0 to 360 ആയിരിക്കും. ലോവർ പ്ലേറ്റിലെ ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത് 0 മുതൽ 360 ആയിരിക്കും.
ഈ അപ്പർ പ്ലേറ്റ് ആണ് വെർനിയർ പ്ലേറ്റ്. ഓക്കെ, അതിനകത്ത് ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത് 0 മുതൽ 20 വരെ ആയിരിക്കും. ഫൈൻ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ, അതായത് നമ്മൾ ഇങ്ങനെയുള്ളൂ. ആദ്യം നമ്മൾ വെർനിയറിലെ 0യും മെയിൻ സ്കെയിലിലെ ഈ ലോവർ പ്ലേറ്റിലെ 0യും കൂടെ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നീക്കുന്നു. നമ്മൾ ഇങ്ങനെ നീക്കിയിട്ട് ഈ വെർനിയറിന്റെ 0 പുതിയതായിട്ട് എവിടെ എത്തുന്നോ അവിടെ ആയിരിക്കും നമുക്ക് റീഡിംഗ് ഉണ്ടാവുക. നമ്മുടെ ആംഗിൾ അവിടെ നിന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ ഇതിന്റെ ആക്യുറസി ആക്കാൻ വേണ്ടിയിട്ട് വെർനിയർ സ്കെയിലിലെയും മെയിൻ സ്കെയിലിലെയും എത്രാമത്തെ ഡിവിഷൻ ആണ് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് എഴുതും, കണ്ടുപിടിക്കണം. ഒരു 10 മുതൽ 20 വരെ. എന്നിട്ട് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് 20 സെക്കൻഡ് കൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള റീഡിംഗ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഓർത്താൽ മതി, അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും ഉണ്ട്. ലോവർ പ്ലേറ്റ് ഗ്രാജുവേഷൻസ് 0 മുതൽ 360 വരെ ഉണ്ടാവും. അതായത് മെയിൻ ആ റീഡിങ് പുറത്ത് നിന്ന് എടുക്കുന്നു. എന്നിട്ട് ഫൈനായിട്ട് എത്ര മിനിറ്റിലേക്കാണ് അല്ലെങ്കിൽ എത്ര ഇൻ സെക്കൻഡ്സ് നമുക്ക് കിട്ടണം. ഓക്കെ, മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും 20 മിനിറ്റ്സ് വരെ എത്തുന്നു. പിന്നെയും നമ്മൾ ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡിലേക്ക് പോകുന്നത്, ആ കോയിൻസൈഡ് ചെയ്യുന്നത് വെച്ചിട്ട്. അപ്പം ഈ അപ്പർ പ്ലേറ്റിലാണ് എന്നുള്ളത് വെർനിയർ റീഡിങ്സ് ഉള്ളത്. അതിന്റെ ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത് 0 മുതൽ 20 ആയിരിക്കും. ഇവിടെ ഉള്ളത് എ വെർനിയറും ബി വെർനിയറും ആണ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇതേപോലെ തന്നെ വെർട്ടിക്കൽ സർക്കിൾ ഉണ്ട്. ഓക്കെ ആണോ? ഈ 3 പോയിന്റ് ഇതിൽ നിന്നും ഓർത്താൽ മതി. സൈറ്റിങ്ങും കാര്യങ്ങളും അല്ല, പറഞ്ഞ കാര്യങ്ങൾ മാത്രം. ഓക്കെ, ഡിക്സൺ ആണ്, ഡിക്സിൻ അല്ലേ? ഓക്കെ അല്ലേ? ജസ്റ്റ് അത് മാത്രം ഒന്ന് ഓർത്താൽ മതിയേ. ഇനിയുള്ളതാണ് ഈ മൊത്തം, അതായത് നമ്മൾ ഈ ഹൊറിസോണ്ടൽ സർക്കിളിന്റെ മേലേക്കുള്ള മൊത്തം ഭാഗത്തിനാണ് നമ്മൾ അലിഡേഡ് എന്ന് പറയുന്നത്. അലിഡേഡ്. ഓക്കെ, അതിനകത്ത് എ ഫ്രെയിം ഉണ്ട്, ടെലിസ്കോപ്പ് ഉണ്ട്, 2 വെർട്ടിക്കൽ സർക്കിൾസും ഉണ്ട്. ഇതിന് മൊത്തത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്? അലിഡേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതിനകത്തുള്ള എ ഫ്രെയിം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ടെലിസ്കോപ്പ് ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫ്രെയിമിലാണ്, പ്രശ്നമില്ല. അത് ഇനി ടെലിസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനുപോലെ പറഞ്ഞായിരുന്നു, ഒരു ഐ പീസ് ഉണ്ട്, ഡയഫ്രം ഉണ്ട്, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഉണ്ട്. ഓക്കെ, മറ്റേതുപോലെ തന്നെ ഓർത്താൽ മതി. ജസ്റ്റ് നോക്കുക. ഇനിയുള്ളത് വെർട്ടിക്കൽ സർക്കിൾ. ഇപ്പൊ ഹൊറിസോണ്ടൽ സർക്കിളിന്റെ പറഞ്ഞു, ഇതേപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ സർക്കിളും ഉണ്ട്. വെർട്ടിക്കൽ സർക്കിൾ എന്ത് വേണ്ടിയിട്ടായിരിക്കും? വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാനായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം 0 സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് എങ്ങോട്ടാണോ സൈറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് ഇതേപോലെ നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് കിട്ടും. അതാണ് വെർട്ടിക്കൽ ആംഗിൾ. ഓക്കെ അല്ലെ? അപ്പം അതിനകത്തും 2 സർക്കിൾസ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം ഫിക്സഡും ഒരെണ്ണം മൂവബിളും ആണ്. അപ്പം ഒന്ന് ഈ ടെലിസ്കോപ്പിന്റെ കൂടെ തന്നെ അനങ്ങും, ഒന്ന് അനങ്ങാണ്ടിരിക്കും. ഈ ഒരു ഇതിനകത്തേക്ക് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പൊ ഫിക്സഡ് എന്ന് പറയുന്നതാണ് വെർനിയർ സ്കെയിലും, അതേപോലെ മൂവബിൾ ആണ് മെയിൻ സ്കെയിലും. ടെലിസ്കോപ്പിന്റെ കൂടെ മൂവ് ചെയ്യുന്നത് മെയിൻ സ്കെയിൽ ആയിരിക്കും. അതിനകത്ത് ഔട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർക്കണ്ട. ജസ്റ്റ് 2 സ്കെയിൽസ് ഉണ്ട്. ഇതിനകത്തുള്ള വെർനിയർ സ്കെയിൽസ് എന്ന് പറയുന്നത് സിയും ഡിയും ആണ് കേട്ടോ. അപ്പം അതായത് 2 സൈഡിൽ നിന്ന് നമുക്ക് കാണാം. ഒന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്ന് നോക്കാം, അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് നോക്കാം. ഒന്നില് സി കാണിച്ചാൽ മറ്റേതിൽ ഡി ആയിരിക്കും. ഓക്കെ, പ്രശ്നമാക്കണ്ട. വെർട്ടിക്കൽ റീഡിംഗ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആംഗിൾ എടുക്കാനുള്ള 2 എണ്ണമാണ്. ഒരെണ്ണം ഫിക്സഡും, അതിനെയാണ് നമ്മൾ വെർനിയർ എന്ന് പറയുന്നത്. മൂവബിൾ ആയിട്ടുള്ള സ്കെയിലാണ് മെയിൻ സ്കെയിൽ. ഓക്കെ അല്ലേ? റെഡി? ഒരുപാട് ഡീപ്പിലേക്ക് പോകണമെന്നില്ല, പക്ഷെ ആ ഭാഗം കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അത്രയും കൂടെ കോൺഫിഡൻസ് ആവത്തല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഒരു ഇൻഡെക്സ് ആം ഉണ്ട്. ഇത് മൊത്തം, അതായത് ഈ ടെലിസ്കോപ്പ് ഈ ഒരു ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്ന ആമാണ് നമ്മൾ ഇൻഡെക്സ് ആം എന്ന് പറയുന്നത്. ഇൻഡെക്സ് ആം. ഓക്കെ, എന്തിനു വേണ്ടി? ജസ്റ്റ് ആ ഫിക്സ് ചെയ്യാൻ വേണ്ടി, ഫ്രെയിമിലേക്ക് ടെലിസ്കോപ്പ് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ആം, അതിനാണ് നമ്മൾ ഇൻഡെക്സ് ആം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നായിട്ട് പറയാം. ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ട്, അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ വർക്കിംഗ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി ഔട്ടർ ആക്സിസ്. ഓക്കെ, അറ്റാച്ച്ഡ് ടു ദി ഔട്ടർ സ്പിൻഡിൽ. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് 0 മെയിൻ സ്കെയിലെയും 0 വെർനിയർ സ്കെയിലും നമ്മൾ ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്തിട്ടില്ല, വെറുതെ ഇങ്ങനെ വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സൈറ്റ് ചെയ്യണം. സൈറ്റ് ചെയ്യാനായിട്ട് ഈ 0 0 അനങ്ങാൻ പാടില്ല. ഓക്കെ, 0 0 അനങ്ങാൻ പാടില്ല. അപ്പം അനങ്ങാണ്ട് നമ്മൾ ഇതിനകത്ത് ഇപ്പം 2 ഇത് കാണാം. ഒന്ന് ഇവിടെ ഉണ്ട്, ഇവിടെ ടാൻജന്റിന് മേലെയാണുള്ളത്. ഓക്കെ, ഇതേപോലെ തന്നെ അപ്പുറത്തുണ്ടാവും ടാൻജന്റിന് താഴെ. ഓക്കെ, അപ്പം അതാണ് എന്ത്? ലോവർ ടാൻജന്റ് സ്ക്രൂ. അങ്ങനെ ഒന്നും ഓർക്കണമെന്നില്ല. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ ലോവർ ടാൻജന്റ് സ്ക്രൂ ലൂസ് ചെയ്യും, എന്നിട്ട് നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് സൈറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എയിലേക്ക് സൈറ്റ് ചെയ്യുന്ന നേരത്ത് 0 അനങ്ങാണ്ട് മാറണേല്
രണ്ട് സ്കെയിലുകളും ഒരുമിച്ച് കറങ്ങട്ടെ, അതായത് ഇൻസ്ട്രുമെന്റ് മൊത്തത്തിൽ കറങ്ങാന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ഈ ഇതും മാറും ഇതും മാറും, മൊത്തം അനങ്ങും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോവർ ടാൻജൻറ്റ് സ്ക്രൂ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ ഓക്കെ, അതായത് ഉള്ളിലുള്ള സോളിഡും അതേപോലെ തന്നെ പുറത്തുള്ളതും ഒരുമിച്ച് കറങ്ങുമ്പം 0 മാറുന്നില്ല, അതാണ് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ. ഇനി നമ്മൾ എയിലേക്ക് വെച്ചു 0 ആണ്, അടുത്തയിലേക്ക് സൈറ്റ് ചെയ്യണേല് ഇവിടുന്ന് പുറത്തത് അനങ്ങാണ്ട് നിൽക്കണം, അകത്തത് എന്താവണം, ഇങ്ങനെ മാറണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ നമ്മൾ യൂസ് ചെയ്യണം. മനസ്സിലായോ? വെർനിയർ അനങ്ങാണ്ട്, സോറി മെയിൻ സ്കെയിൽ അനങ്ങാണ്ട് നമ്മൾ വെർനിയർ ഇങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അപ്പർ ലൂസ് ചെയ്താൽ അപ്പർ മാത്രം എന്താവുന്നു, കറങ്ങുന്നു. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇതുവരെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞേ. ഓക്കെ, ഡിക്സിൻ ഒക്കെ റെഡി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോവർ ടൈറ്റ് ചെയ്തിട്ട് അപ്പർ ലൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആംഗിൾ കിട്ടും. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു വർക്ക് പ്രോഗ്രസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പം ഈ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി ഇന്നർ സ്പിൻഡിൽ. ഞാൻ അങ്ങനെ ഇങ്ങനെ, അതായത് ഈ ഒരു ഭാഗത്തുനിന്ന് ഏതാണ് ലൂസ് ചെയ്യേണ്ടത് ഏതാണ് ടൈറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടൊന്നും ഇല്ല, എന്നാലും നോക്കിയേക്കാം കേട്ടോ. ഇനി ടാൻജന്റ് സ്ക്രൂ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? ടാൻജന്റ് സ്ക്രൂ എന്തിനു വേണ്ടിയിട്ടാണ്? ഫൈനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ചും കൂടെ ഒന്ന് ആക്യുറേറ്റ് ആയിട്ട്. ഇപ്പൊ നമുക്ക് 0 നമ്മൾ എത്രയൊക്കെ ഈ ഒരു സ്പിൻഡില് ക്ലാമ്പിംഗ് സ്ക്രൂവിൽ ഇതാക്കിയാലും നമുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫൈനായിട്ട് അത് കറക്റ്റ് 0 കോയിൻസൈഡ് ആവാൻ വേണ്ടി നമ്മൾ ടാൻജന്റ് സ്ക്രൂ ആണ് ആക്കേണ്ടത്. ഈ അപ്പറിന്റെയും ലോവറിന്റെയും ടാൻജന്റ് സ്ക്രൂ ഉണ്ട്. അപ്പൊ ഓർത്തോളുക, അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ അപ്പർ ടാൻജന്റ് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് ടാൻജന്റ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രം. ഫൈനായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫോർ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാൻജന്റ് സ്ക്രൂ നമ്മൾ ഉപയോഗിക്കുന്നത്. കറക്റ്റ് ആയിട്ട് 0 സെറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ. മറ്റേ നമ്മൾ റീഡിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത റീഡിങ് മാറിപ്പോകില്ലേ. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ്, ജസ്റ്റ് ഒരു ഒന്ന് ഇറങ്ങുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് അതിൽ നിന്ന് വരിക. ഇനിയുള്ളത് നമ്മുടെ ഒബ്സർവേഷൻ ആണ്. ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ, ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ജസ്റ്റ് നോക്കുക, ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന്റെ റൈറ്റ് സൈഡിലായിരിക്കണം വെർട്ടിക്കൽ സർക്കിൾ. വെർട്ടിക്കൽ സർക്കിൾ മനസ്സിലായില്ലേ? ഇവിടെ നോക്കിക്കേ, ഇത് ഫേസ് റൈറ്റ് ആണോ ഫേസ് ലെഫ്റ്റ് ആണോ? ഫേസ് റൈറ്റ് ആണോ ഫേസ് ലെഫ്റ്റ് ആണോ? നമ്മൾ നോക്കുന്നത് എപ്പോഴും ഐ പീസിലൂടെയാണെന്ന് ഓർക്കുക. ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ നോക്കാൻ നേരത്ത് ആ വെർട്ടിക്കൽ സർക്കിൾ എവിടെയാണ്? വലത്തേ സൈഡിലല്ലേ. അപ്പൊ ഈ കാണുന്നത് എന്താണ്? ഫേസ് റൈറ്റ് ആണ്. ഇതേപോലെ തന്നെ നമ്മൾ ട്രാൻസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇത് ഇങ്ങനെ ട്രാൻസിറ്റ് ചെയ്യും, ഐ പീസ് ഇവിടെ എത്തും. ഐ പീസ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഫേസ് ലെഫ്റ്റ് ആയില്ലേ? ഓക്കെ, അപ്പം ഫേസ് ലെഫ്റ്റിൽ നിന്ന് ഫേസ് റൈറ്റ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ട്രാൻസിറ്റ് ചെയ്താൽ പോരെ അല്ലേ? പറയാം, അത് നോക്കുക. ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ റൈറ്റ് ഓഫ് ദി ഫേസ് ഓഫ് ദി ഒബ്സർവർ. ഫേസ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഓഫ് ദി ഒബ്സർവർ. ടെലസ്കോപ്പ് നോർമൽ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, ജസ്റ്റ് നോക്കുക. അല്ലെങ്കിൽ ടെലസ്കോപ്പ് ഡയറക്റ്റ്. നമുക്ക് ഈ ഒരു ടെലസ്കോപ്പിന്റെ മേലെ ഒരു ബബിൾ ട്യൂബ് ഉണ്ട്. ഓക്കെ, അതിനെ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് ബബിൾ എന്ന് പറയുന്നത്. ടെലസ്കോപ്പിന്റെ മേലെയുള്ള ബബിളിനെ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് ബബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ടെലസ്കോപ്പ് നോർമൽ ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ബബിൾ എന്ന് പറയുന്നത് ടെലസ്കോപ്പിന്റെ മേലെ ആയിരിക്കും. ഓക്കെ, ടെലസ്കോപ്പിന്റെ മേലെ ആയിട്ടാണ് ഈ ഒരു ആൾട്ടിറ്റ്യൂഡ് ബബിൾ ഉള്ളെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെലസ്കോപ്പ് നോർമൽ എന്ന് പറയുന്നത്. അപ്പം ഏത് സിറ്റുവേഷനിലാണ് ടെലസ്കോപ്പ് നോർമൽ ആവുന്നതെന്ന് ഓർത്തോളുക. അതായത് ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ടെലസ്കോപ്പിന്റെ മേലെയാണ് ആൾട്ടിറ്റ്യൂഡ് ബബിൾ എങ്കിൽ നമ്മുടെ ഫേസിന്റെ ലെഫ്റ്റിലായിരിക്കും എന്തുണ്ടാവുക? വെർട്ടിക്കൽ സർക്കിൾ ഉണ്ടാവുക. ടെലസ്കോപ്പ് നോർമൽ എന്ന് പറയുമ്പോൾ നോർമലി ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ ആയിരിക്കും. ഓക്കെ, ടെലസ്കോപ്പ് ഇൻവേർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ആൾട്ടിറ്റ്യൂഡ് ബബിള് ബിലോ ദി ടെലസ്കോപ്പ് ആയിരിക്കും, താഴെ ആയിരിക്കും. അവിടെ ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ ആണ്. ഫേസ് റൈറ്റ് ആകുമ്പോഴാണ് ടെലസ്കോപ്പ് ഇൻവേർട്ട് ആവുന്നത്. ഇത് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, റെഡി അല്ലേ?
ഇനി നമുക്കുള്ളത് ചേഞ്ചിങ് ഫേസ്. നമുക്ക് ഫേസ് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മൾ ഈ രീതിയിലാണ് നോക്കുന്നത്. ഇപ്പൊ ഫേസ് റൈറ്റ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ട്രാൻസിറ്റ് ചെയ്തപ്പോൾ ഈ ഫേസ് ലെഫ്റ്റ് ആയി. പക്ഷെ നമ്മൾ അവിടെ പോയി നോക്കണ്ട. അതിന് പകരം നമ്മൾ എന്തുകൊണ്ട് ചെയ്യണം? ഒരു സ്വിങ്ങിങ് കൂടെ ചെയ്യണം. അപ്പം ഒന്ന് ട്രാൻസിറ്റ് ചെയ്തിട്ട് സ്വിങ് ചെയ്താൽ നമുക്ക് റൈറ്റ് ഫേസിൽ നിന്ന് ലെഫ്റ്റ് ഫേസിലാക്കാൻ പറ്റും. അതുകൂടെ മനസ്സിലായോ? ട്രാൻസിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഒന്ന് സ്വിങ്ങിങ് കൂടെ ചെയ്യണ്ടേ? നിങ്ങൾ കയ്യിലൊരു പേന എടുക്കുക, ഇങ്ങനെ കൈ പിടിക്കുക, ഈ രീതിയിൽ നോക്കിക്കേ. നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്, ഇവിടെ നിന്ന് നോക്കുന്നു, ട്രാൻസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൂടെ ചെയ്യണം? ജസ്റ്റ് നമ്മൾ സ്വിങ്ങിങ് കൂടെ ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? ഫേസ് ചേഞ്ച് ആവുന്നുള്ളൂ. ഓക്കെ, റെഡി? ഇനി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു റീഡിങ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറെ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം ആ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഏതാണ് എന്ന് പറഞ്ഞ് ചോദ്യം വരാറുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ അതൊന്ന് ഇതാക്കുന്നത് നല്ലതായിരിക്കും. വെർട്ടിക്കൽ ആക്സിസ് ഈ ഒരു ട്രണ്ണിയൻ ആക്സിസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അത് ഓർക്കാൻ പറ്റും. ആക്സിസ് ഓഫ് ദി പ്ലേറ്റ് ലെവൽ മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദി വെർട്ടിക്കൽ ആക്സിസ്. അതായത് ആ പ്ലേറ്റിനകത്തും ഒരു ബബിൾ ട്യൂബ് ഉണ്ട്, അതിനെ നമ്മൾ പ്ലേറ്റ് ലെവൽ എന്ന് പറയുന്നത്. അതിന്റെ ആക്സിസ് വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം, കറക്റ്റ്ലി അലൈൻഡ് ആവുമ്പോൾ. ഓക്കെ, രണ്ടാമതായിട്ട് ബബിൾ ട്യൂബും അതേപോലെ തന്നെ ലൈൻ ഓഫ് കോളിനേഷനും പാരലൽ ആയിരിക്കണം. ആക്സിസ് ഓഫ് ദി ബബിൾ ട്യൂബും ടെലിസ്കോപ്പിന് മേലെയുള്ള ബബിൾ ട്യൂബ്, ആൾട്ടിറ്റ്യൂഡ് ബബിൾ, അതും ലൈൻ ഓഫ് കോളിനേഷനും എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ലൈൻ ഓഫ് കോളിനേഷനും ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പും അവിടെ പറഞ്ഞായിരുന്നില്ലേ? ഞാൻ ഇനി അത് പറയേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് നിന്ന് അത് ഒഴിവാക്കിയത്. ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പ് അതേപോലെ തന്നെ ലൈൻ ഓഫ് കോളിനേഷൻ ഓർമ്മയുണ്ടോ പറഞ്ഞത്? അഹല്യ, അതും മറന്നോ? ഉണ്ട് അല്ലേ? അപ്പൊ അത് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം അത് രണ്ടും ഒരേ ലൈനിലല്ല ഓർത്തുള്ളൂ, പക്ഷെ അത് രണ്ടും കോയിൻസൈഡ് ആവണം. ഓക്കെ, ലൈൻ ഓഫ് കോളിനേഷൻ അതേപോലെ തന്നെ ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പും കോയിൻസൈഡ് ആണ്. ഇതിൽ നമ്മൾ ഈ ഒരു ഇത് കറക്റ്റ്ലി ലെവൽഡ് ആണെങ്കിൽ ഇത് രണ്ടും കോയിൻസൈഡ് ആവണം. ഓക്കെ, പിന്നെ മൂന്നാമതായിട്ട് ഇത് കൂടെ ഉള്ളതാണ്, വെർട്ടിക്കൽ സർക്കിളിലെ റീഡിങ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്ത്? ലൈൻ ഓഫ് കോളിനേഷൻ ഈസ് ഹൊറിസോണ്ടൽ. അത് കറക്റ്റ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ വെർട്ടിക്കൽ സർക്കിൾ എന്താവണം? 0 ആയിട്ട് റീഡ് ചെയ്യണം. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക പോയിന്റ് ആയിട്ട് തന്നെ, കാരണം ഇതിന്റെ സിമിലർ ആയിട്ട് തന്നെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം നമുക്കില്ലാത്തൊന്നും ഇതാക്കരുത്. പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു 5 പോയിന്റ് ഒന്ന് ഓർക്കുക. ഓക്കെ, ഇത് നമുക്ക് രണ്ട് രീതിയിലുള്ളത്, റെപ്പിറ്റേഷൻ മെത്തേഡ് അതുപോലെ റീഐട്രേഷൻ മെത്തേഡ്. അപ്പൊ കഴിഞ്ഞ ദിവസം ജിന്റെ ഒരു കാര്യം ചോദിച്ചായിരുന്നു, ലൂസ് നീഡിൽ, പല മെറ്റീരിയലിലും ലൂസ് നീഡിൽ എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ഫ്രീ നീഡില്. അപ്പം ആ ടേം തെറ്റൊന്നുമല്ല, ലൂസ് നീഡിൽ എന്ന് ഓർക്കാം കേട്ടോ. ഓക്കെ, ലൂസ് ലീഡിലും അതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ്. ലൂസ് നീഡ് എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ കോമ്പസ് വെച്ച് റീഡിംഗ് എടുത്ത് പോകുന്നു. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തിൽ മാത്രം, ബാക്കിയെല്ലാം നമ്മൾ ഇന്റേണൽ ആംഗിൾസ് എടുത്ത് പോകുന്നത് കേട്ടോ. ട്രാവേഴ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നില്ലേ, ഓർമ്മയുണ്ടോ ജിൻഡോ? അത് പല ഇതിനകത്തും കണ്ടിട്ടുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷെ നോർമലായിട്ട് നമ്മൾ ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് എന്നാണ് കാണാറുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ്, രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ ആംഗിൾസ് മെഷർ ചെയ്യാം. ഫ്രീ നീഡിൽ. ഓക്കെ, റിപ്പീറ്റേഷൻ അതേപോലെ തന്നെ റീഐട്രേഷൻ. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് പറയാൻ എന്താ ക്വസ്റ്റ്യൻ വരികയാണ്. ഓക്കെ, അതായത് നമുക്ക് ചില കേസിൽ നമ്മുടെ ഈ ടെലസ്കോപ്പിന്റെ ആക്യുറസിനേക്കാളും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട്, ലീസ്റ്റ് കൗണ്ടിനേക്കാളും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർമെന്റ്സ് ആവശ്യമുള്ള കേസിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ടെക്നിക്ക് എന്നാണ് ഇവിടുന്ന് വരാറുള്ള ക്വസ്റ്റ്യൻ. ഏതായിരിക്കണം? എ ബി, റിപ്പീറ്റേഷൻ ഉണ്ട്, റീഐട്രേഷൻ ഉണ്ട്. ഏതാണ്? ഓർത്താൽ മതി, റിപ്പീറ്റേഷൻ മെത്തേഡ് വെച്ചാണ് നമുക്ക് ടെലസ്കോപ്പിന്റെ അതായത് ഇൻസ്ട്രുമെന്റിന്റെ ഇതിനേക്കാളും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റീഡിങ് കിട്ടുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഈ റിപ്പീറ്റേഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് ക്ലാസ് കണ്ടായിരുന്നോ? ഓക്കെ, റിപ്പീറ്റേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ എയിലേക്ക് 0 സെറ്റ് ചെയ്യുന്നു, ബിയിലേക്ക് സെറ്റ് ചെയ്യുന്നു. ആദ്യം നമ്മൾ എ ബി ആംഗിൾ എടുത്തു. ഓക്കെ, 30 ഡിഗ്രി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോവർ ലൂസ് ചെയ്തിട്ട് പിന്നെയും എയിലേക്ക് സെറ്റ് ചെയ്യും. എന്നിട്ട് ലോവർ ചെയ്ത് അപ്പർ ലൂസ് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് എടുക്കും. അപ്പൊ നമുക്ക് 60 കിട്ടി. ഇതേപോലെ 90. ഓക്കെ, ഇങ്ങനെ നമ്മൾ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന ഫൈനൽ റീഡിംഗിലെ 90 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 30 കിട്ടും. ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പം എന്താണ്, നമ്മൾ ഈ ലീസ്റ്റ് കൗണ്ടിനേക്കാളും കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് റീഡിംഗ് കിട്ടുന്നു. അതാണ് റിപ്പീറ്റേഷൻ മെത്തേഡ് എന്ന് ഓർക്കുക. റെഡിയാണോ? ഓക്കെ, റീഐട്രേഷൻ എന്ന് പറയുമ്പോൾ ഇതിന് മറ്റൊരു പേരും കൊണ്ടുണ്ട്, മെത്തേഡ് ഓഫ് സീരീസ്.
or method of direction method. അപ്പോൾ റിയേറ്ററേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അങ്ങനെ ചോദ്യം ഒന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട, ജസ്റ്റ് നോക്കുക. നമുക്ക് കുറെ പോയിന്റ് ഉണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ഇങ്ങനെ സൈറ്റ് ഒന്നാമത്തെ പോയിന്റിലേക്ക് സൈറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് സൈറ്റ് ചെയ്യുന്നു, മൂന്നാമത്തെ പോയിന്റിലേക്ക് സൈറ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്നു. എന്നിട്ട് അവസാനം നമ്മൾ ഈ ആദ്യത്തെ പോയിന്റിലേക്ക് സൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 360 ഡിഗ്രി വരണം. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഇതാണ് റിയേറ്ററേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ മെത്തേഡ് ഓഫ് സീരീസ് അല്ലെങ്കിൽ ഡയറക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് അത്രയുള്ള. ഇനിയുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു ഫേസ് റൈറ്റ് ഉണ്ട്, ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ ഉണ്ടല്ലോ. അപ്പം അതുവഴി നമുക്ക് കുറെ എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ സാധിക്കും. ആ എറേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. എറേഴ്സ് ഡ്യൂ ടു എസെൻട്രിസിറ്റി ഓഫ് ദി വെർനിയർ. വെർനിയറിൽ ഉണ്ടാകുന്ന, അതായത് ആ ഒരു വെർട്ടിക്കൽ ആക്സിസ് കറക്റ്റ്ലി സെന്റർ അല്ലാണ്ട് അങ്ങനത്തെ ഒരു എസെൻട്രിസിറ്റി ഒക്കെ വരുവാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേസ് റൈറ്റും ഫേസ് ലെഫ്റ്റും ഉപയോഗിക്കുന്ന വഴി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എസെൻട്രിസിറ്റി ഓഫ് ദി വെർനിയർ ഒഴിവാക്കാൻ പറ്റും. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലൈൻ ഓഫ് കൊളിമേഷൻ ആൻഡ് ട്രണ്ണിയൻ ആക്സിസ്, അത് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഈ ഫേസ് റൈറ്റും ഫേസ് ലെഫ്റ്റും എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും. ലൈൻ ഓഫ് കൊളിമേഷൻ ആൻഡ് ട്രണ്ണിയൻ ആക്സിസിന്റെ അഡ്ജസ്റ്റ്മെന്റ്. ഗ്രാജുവേഷൻസ്, അതായത് നമുക്ക് ഇതിനകത്ത് ഈ സ്കെയിലിലേക്ക് കൊടുത്തിരിക്കുന്ന ഗ്രാജുവേഷൻസിന്റെ ആ ഒരു ആക്യുറസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുവഴി. അതായത് കറക്റ്റ് ആയിട്ട് ഒരു ഇതല്ല, ചെറിയ എവിടെയെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ രണ്ട് സ്കെയിലിലും എടുക്കുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇന്നാക്യുറേറ്റ് ബൈസെക്ഷൻ ആർ ഓൾസോ എലിമിനേറ്റഡ്. ആ ഒരു ബൈസെക്ഷനും കറക്റ്റ് അല്ലെങ്കിൽ ഇതിനകത്ത്, അതായത് പെർമനന്റ് ആയിട്ട് അതിനകത്തുള്ള കുറെ റീഡിങ്സ് അല്ലെങ്കിൽ കുറെ ഗ്രാജുവേഷൻസിന്റെ ഒക്കെ പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഫേസ് റൈറ്റും ഫേസ് ലെഫ്റ്റും എടുക്കുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോ ഞാൻ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടില്ല ഇതിന്റെ കൂടെ, എന്നാലും ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് നിങ്ങൾ പരമാവധി ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, റിവിഷൻ പോലെ. ഞാൻ ക്വസ്റ്റ്യൻസ് സ്ലൈഡ് ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ തിയോഡലൈറ്റ്, വേഗം ആൻസർ ചെയ്യുക. ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ തിയോഡലൈറ്റ് എത്രയാണ്? 20 സെക്കൻഡ്. ഓക്കെ, രണ്ടാമതായിട്ട് ഓക്കെ, നമ്മളിപ്പം പല സൈറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ അല്ലെ. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ സൈറ്റ് ചെയ്യേണ്ട സൈറ്റ് ഏതാണ്, അതേപോലെ തന്നെ റൊട്ടേഷൻ ഏതാണ്? ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. അതായത് നമ്മളിപ്പം സ്വിങ് ചെയ്യുന്നത് വലത്തേക്കാണ് നമ്മൾ സ്വിങ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ റൈറ്റ് സ്വിങ് എന്ന് പറയും. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇടത്തേക്കാണ് സ്വിങ് ചെയ്യുന്നത്, ആന്റി ക്ലോക്ക് വൈസ് ആണ് സ്വിങ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, ലെഫ്റ്റ് സ്വിങ് എന്ന് പറയും. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഒബ്സർവേഷൻ എടുക്കാം, ഫേസ് റൈറ്റും ഇതേപോലെ തന്നെ ഫേസ് ലെഫ്റ്റും. ഓക്കെ, ഫേസ് റൈറ്റില് റൈറ്റ് സ്വിങ് ഉണ്ട്, ലെഫ്റ്റ് സ്വിങ് ഉണ്ട്. ഫേസ് ലെഫ്റ്റിലും എന്തുണ്ട്, റൈറ്റ് സ്വിങ് ഉണ്ട്, ലെഫ്റ്റ് സ്വിങ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ആക്യുറേറ്റ് അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഇത് ഓപ്ഷൻ എ, ഫേസ് റൈറ്റ് സ്വിങ്. ഓപ്ഷൻ ബി, ഫേസ് റൈറ്റ് ലെഫ്റ്റ് സ്വിങ്. ഓപ്ഷൻ സി, ഫേസ് ലെഫ്റ്റ് റൈറ്റ് സ്വിങ്. ഓപ്ഷൻ ഡി, ഫേസ് ലെഫ്റ്റ് സ്വിങ്. ചുമ്മാ ഒരു ആൻസർ എന്ന് പറഞ്ഞു നോക്ക്. ഓക്കെ, ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓപ്ഷൻ സി, ലെഫ്റ്റ് ഫേസും റൈറ്റ് സ്വിങ്ങും. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ മുമ്പ് കണ്ടിട്ടുണ്ടാവും അല്ലെ, ലെഫ്റ്റ് ഫേസും ഫേസ് ലെഫ്റ്റും റൈറ്റ് സ്വിങ്ങും. ഓക്കെ, ഏറ്റവും കോമൺ ആയിട്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്കുള്ളത് the process of rotating the telescope about the vertical axis in the horizontal plane. എന്താണ്? Process of rotating the telescope about the vertical axis in the horizontal plane. Swinging ഓർക്കാലോ അല്ലെ? ഓക്കെ, പിന്നെ ഉള്ളത് നമ്മൾ ഈ ഒരു ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രോസസ് എങ്ങനെയാണ്? ആദ്യം സ്വിങ് ചെയ്യുക, ട്രാൻസിറ്റ് ചെയ്യുക, സ്വിങ് ചെയ്യുക, ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുക, ഓറിയന്റ് ചെയ്തെടുത്ത് ഏതായിരിക്കണം ചെയ്യേണ്ടത്? ഓക്കെ, ബി ആയിട്ട് പറഞ്ഞു അല്ലെ, ട്രാൻസിറ്റ് ചെയ്തിട്ട് സ്വിങ് ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പം പിന്നെ ഉള്ളത് ദി ഇമാജിനറി ലൈൻ കണക്ടിങ്
optic center of the objective and the eyepiece. Focus of the eyepiece and the optic center of the objective. ഏതാണ് ആക്സിസ് ഏതാണ്? പല ഓപ്ഷൻസ് ഉണ്ടാവും. ലൈൻ ഓഫ് കോളിമേഷൻ, ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പ്, ലൈൻ ഓഫ് സൈറ്റ്, പിന്നെ നൺ ഓഫ് ദിസ്. ഐപീസും ഒബ്ജക്റ്റീവും തമ്മിലുള്ള ഇതാണെങ്കിൽ ഓർത്തോളം അത് ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പ് ആയിരിക്കണം. അതേസമയം നമ്മളെ ഡയഫ്രോം അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് പിന്നെ ആ ലൈനിന്റെ കണ്ടിന്യൂഷൻ ആണെങ്കിലാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ലൈൻ ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ ദ പ്രോസസ് ഓഫ് റിമൂവിങ് ക്രോമാറ്റിക് അബറേഷൻ എന്താണ്? ക്രോമാറ്റിക് അബറേഷൻ എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? അതില്ലാത്ത ആ ഒരു അവസ്ഥയെ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ എ അപ്ലാന്റൈസേഷൻ, അക്രോമാറ്റിസം, പിന്നെന്താ രണ്ടിലേതെങ്കിലും എന്ന് പറഞ്ഞാൽ മതി. അക്രോമാറ്റിസം. ഓക്കെ, അത് നമുക്ക് ഇതിനകത്തുനിന്നും നോർത്തേക്കാം കേട്ടോ. റെഡി അല്ലേ? അപ്പം മെയിനായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ആയിട്ട് പോയാൽ നമുക്കൊന്ന് റിവിഷൻ ആവും. മെയിനായിട്ടും ഈ ഭാഗങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ആ എ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അതും കൂടെ വേണേൽ ഒന്ന് ഓർത്താൽ മതി കേട്ടോ. ഹോളോ ആയിട്ടുള്ള സ്പിൻഡിൽ ഏതാണ്? ഔട്ടർ ആണോ ഇന്നർ ആണോ? ഹോളോ ആയിട്ടുള്ള സ്പിൻഡിൽ ഔട്ടർ. ഓക്കെ. ലോവർ എന്താണ്? ലോവർ പ്ലേറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്താണ്? അതായത് ലോവർ പറയുന്നത് ഓക്കെ, അപ്പർ പ്ലേറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്ത്? ഓക്കെ, റെഡി. ലോവർ പ്ലേറ്റ് ആണെങ്കിൽ ഔട്ടറിലേക്ക് ആയിരിക്കും, അപ്പർ ആണെങ്കിൽ അങ്ങോട്ട്. ഓക്കെ. അതർ നെയിം ഫോർ ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസിന് മറ്റൊരു പേര്. ഹൊറിസോണ്ടൽ ആക്സിസിന് മറ്റൊരു പേര് ട്രണ്ണിയൻ ആക്സിസ്. റെഡി അല്ലേ? ഓക്കെ. ലെവലിംഗ് ഹെഡില് ലോവർ ട്രൈ ബാച്ചിന് മറ്റൊരു പേര്. ലെവലിംഗ് ഹെഡിലെ ലോവർ ട്രൈ ബാച്ചിന് മറ്റൊരു പേര് ട്രൈവറ്റ്. അപ്പം തൊട്ട് മുമ്പിലെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന ട്രൈവറ്റ് ആണ് ആൻസർ. അതിന് മുമ്പ് ഹൊറിസോണ്ടൽ ആക്സിന് മറ്റൊരു പേര് ട്രണ്ണിയൻ ആക്സിസ്. ഓക്കെ അല്ലേ? ഓക്കെ. വിച്ച് ഇസ് മോർ ആക്യുറേറ്റ്? കോമ്പസ് ആണോ തിയോഡലൈറ്റ് ആണോ മോർ ആക്യുറേറ്റ്? തിയോഡലൈറ്റ് ആണ്. കാരണം എന്താണ്? ലോക്കൽ അട്രാക്ഷൻ ഇല്ല. ഓക്കെ, തിയോ. ഓക്കെ, റെഡി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതൊക്കെ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റിനോട് ചോദിക്കാം. നമുക്ക് വേണ്ടത് ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി തിയോഡലൈറ്റിനേക്കാളും ആക്യുറേറ്റ് ആയിട്ടൊരു റീഡിംഗ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് അതാണ്. The method adopted when we need a reading more accurate than the least count of the theodolite. ഏതാണ്? റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ. ഓക്കെ, ഗുഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തിയോഡലൈറ്റിൽ നിന്നുള്ളത്. എല്ലാം തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുന്നൊക്കെയുണ്ട്. ഓക്കെ, കോമ്പസ് പോലെ തന്നെ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ല വൃത്തിക്കൊന്ന് ഓർത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം.